നമസ്കാരം. വാഷിംഗ്ടണിൽ മിസൈൽ മഴ പെയ്യിച്ച് ഇറാൻ. വീണ്ടും യുദ്ധത്തിന് തിരികൊളുത്തി ഇറാന്റെ പോരാട്ടം. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക ആക്രമണത്തോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലായിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ ഇരുപക്ഷവും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ധാരണാപത്രത്തിൽ അതിന്റെ മഷി ഉണങ്ങും മുൻപ് തന്നെ അമേരിക്ക വീണ്ടും മേഖലയിൽ ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഈ വ്യോമാക്രമണം അവരുടെ പതിവ് സാമ്രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാവുകയാണ്. ഇറാനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. നിങ്ങൾ അതുടൻ കണ്ടെത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞ വാക്കിന് യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് താനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. മുൻപും പല അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പിന്മാറിയ ചരിത്രമുള്ള ട്രംപ് ഇത്തവണയും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണത്തിന് തൊട്ടുപിന്നാലെ മേഖലയിലേക്ക് അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി. മുൻപത്തെ പോലെ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടാൻ തങ്ങൾ തയ്യാറല്ലെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻ ആക്രമണങ്ങൾക്ക് വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന IRGCയുടെ മുന്നറിയിപ്പ് കേവലം വാക്കുകളല്ലെന്ന് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അത്തരം തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജൂൺ 25-ന് സിംഗപ്പൂർ പതാകയുള്ള MV എംബർലവി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക സെൻട്രൽ കമാൻഡ് ആരോപിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ അധിനിവേശം ന്യായീകരിക്കുവാൻ അമേരിക്ക കെട്ടിച്ചമച്ച കഥയാണിത്. ഒരു കപ്പലിന് നേരെ ചെറിയൊരു പോറൽ പോലും ഏൽക്കാത്ത സംഭവത്തെ സമാധാന കരാർ ലംഘനമെന്ന് വിളിച്ച് ഇറാനിലെ സിവിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിടാൻ അമേരിക്ക ഇതൊരു ആയുധമാക്കുകയായിരുന്നു. തെക്കൻ തുറമുഖ നഗരമായിട്ടുള്ള സിറിക്കിലെ തീരപ്രദേശങ്ങളിലാണ് അമേരിക്കൻ വിമാനങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുവാനും തീരദേശ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇറാന്റെ റഡാർ സംവിധാനങ്ങളെയും പ്രതിരോധ സംഭരണശാലകളെയുമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റവും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ ലംഘനവുമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് എക്സിലൂടെ നടത്തിയ പ്രസ്താവന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്ന ഒന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുമെന്ന് പറയുന്ന വാൻസ് ആരാണ് ഇവിടെ ആദ്യം അക്രമം തുടങ്ങിയതെന്ന് മറച്ചുവെക്കുകയാണ്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ട ശേഷം അത് ലംഘിക്കാൻ അവസരം പാർത്തിരുന്ന അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്നത് തികച്ചും പരിഹാസ്യമാണ്. സൈനിക നടപടികൾക്ക് തൊട്ടു മുൻപ് ഇറാനിൽ ആഭ്യന്തര അട്ടിമറി നടത്തുവാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ ജനകീയ ഭരണകൂടത്തെ തകർക്കുവാനും അവിടെ തങ്ങളുടെ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കുവാനും ട്രംപ് ഭരണകൂടം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശക്തമായ ജനപിന്തുണയുള്ള ഇറാന്റെ സൈന്യം ഈ അട്ടിമറി നീക്കങ്ങളെല്ലാം വിജയകരമായിട്ട് ചേർത്ത് തോൽപ്പിക്കുകയാണ്. ലോകത്തിലെ മൊത്തം എണ്ണവാതക വിതരണത്തിന്റെ 5-1 കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്ക തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടുത്തുന്നത് ഇറാനല്ല, മറിച്ച് അവിടെ യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ്. മേഖലയുടെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി അമേരിക്കയുടെ സാന്നിധ്യമാണ്. സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള അമേരിക്കയുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുവാൻ ശ്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ഇപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഇറാൻ വിദേശ ശക്തികളെ ഈ മേഖലയിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയെ വിശ്വസിച്ച് സ്വന്തം അയൽക്കാരോട് ശത്രുത പുലർത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റു രാജ്യങ്ങളെ. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുവാനുള്ള അമേരിക്കയുടെ ചില ഗൾഫ് രാജ്യങ്ങളുടെയും നീക്കത്തെ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബാദി വളരെ ശക്തമായി അപലപിച്ചിരിക്കുന്നു. ഒരു തീരദേശ രാഷ്ട്രം എന്ന നിലയിൽ ഇറാന്റെ അനുമതിയോ പങ്കാളിത്തമോ ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ വെറും പ്രകോപനം മാത്രമാണ് എന്നും ഇത്തരം അനാവശ്യ ഇടപെടലുകൾ അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഇറാൻ ഓർമ്മിപ്പിക്കുകയാണ്. കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി കടന്നു പോകുവാൻ ശ്രമിക്കുന്ന 3 വിദേശ ടാങ്കറുകൾക്ക് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് വെടിയുതിർക്കുന്നു. എന്നിട്ട് മേഖലയുടെ സുരക്ഷ തകർക്കാൻ എത്തുന്ന ചരക്ക് കപ്പലുകളെയും അനധികൃത കപ്പലുകളെയും നിരീക്ഷിക്കുവാനും തടയുവാനും ഇറാന് പൂർണ്ണ അവകാശമുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകുന്നു. തങ്ങളുടെ കടൽ അതിർത്തിയിൽ നിയമലംഘനം നടത്തുന്നവരോട് വിട്ടുവീഴ്ചയില്ല എന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേഖലയിൽ നയതന്ത്ര വിജയം നേടിയെന്ന് വരുത്തി തീർക്കുവാൻ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള കരാറിനെ അമേരിക്ക ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഈ കരാറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതോടെ അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ എത്രത്തോളം പൊള്ളയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് കുടപിടിക്കുന്ന അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ സമാധാന പങ്കാളിയാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായിട്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ക്രൂരമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളെ ധീരമായിട്ട് അതിജീവിച്ച രാജ്യമാണ് ഇറാൻ. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടിയ ഇറാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കുന്നത് പോലും. സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ സാങ്കേതിക കരുത്തുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകുന്നത് എന്നത് ചരിത്രമാണ്. ഹോർമൂസ് കടലിടുക്കിലും പശ്ചിമേഷ്യയിലും ശാശ്വതമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ നിന്നും പിൻവലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ട്രംപിന്റെ വാഗ്ദാന ലംഘനങ്ങളും
ഭീഷണികളും ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് സത്യം. സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കുവാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു വലിയ ഊർജ്ജമാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇനി വാഷിംഗ്ടണിൽ പോലും ഇറാൻ മിസൈൽ മഴ പെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. കാരണം വീണ്ടും ഒരു യുദ്ധത്തിന് തിരികൊളുത്തി അമേരിക്ക മുന്നോട്ട് വരുമ്പോൾ ഒന്നും ചെയ്യാതെ പഴയതുപോലെ മടങ്ങിപ്പോകാൻ ഇറാൻ തയ്യാറല്ല. പകരം തിരിച്ചടിച്ചിരിക്കും. അത് അമേരിക്കയുടെ ഏത് കോണിലാണെങ്കിലും തിരിച്ചടിച്ചിരിക്കും. വാഷിംഗ്ടണിൽ മിസൈൽ മഴ പെയ്യിക്കും. പെന്റഗണിൽ ഈ പറയുന്ന പോലെ അഗ്നിക്കിരയാക്കുന്ന സാധ്യതകൾ വരെ ഇറാന്റെ മുമ്പിലുണ്ട് എന്നുള്ളത് തെളിവായി അവർ പറയുകയാണ്. ഇനി അവരോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറാവണമെന്ന് തീരുമാനിക്കേണ്ടത് ട്രംപ് മാത്രമാണ്.